ഹായ് ഹലോ. കൊറിയൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടി. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാനത് ഇവിടെ കുറിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല ഹാബിറ്റാണ്. അതിപ്പോൾ എന്താണെങ്കിലും സോ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പുതിയ എന്തെങ്കിലും ലേൺ ചെയ്യാനായിട്ട്. സോ നമുക്ക് തുടങ്ങാം. ഇത് കണ്ടില്ലേ, ഹാങ്വൽ. കൊറിയൻ്റെ ആൽഫബറ്റിക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഹാങ്വൽ. കൊറിയൻ ആൽഫബറ്റ്സ് എല്ലാ ലാംഗ്വേജിലും ഉള്ളതുപോലെ കൊറിയനിലും അതിൻ്റേതായിട്ടുള്ള റൈറ്റിംഗ് സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് ഹാങ്വൽ എന്ന് പറയുന്നത്. ഈ ഹാങ്വലിന് അല്ലെങ്കിൽ ഈ ആൽഫബറ്റിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മുടെ ലാംഗ്വേജസിലുള്ളതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഫെനറ്റിക്സ് എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫെനറ്റിക്സ്. എന്താ? ഉച്ചരിക്കുക, ഉച്ചാരണശാസ്ത്രം. നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടല്ലേ ഓരോ കാര്യങ്ങൾ പറയാനും വാക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഫെനറ്റിക്സ്, ഉച്ചാരണശാസ്ത്രം, ഉച്ചരിക്കാൻ ഉള്ളത്. അതുപോലെ നോ ഹിഡൻ സൗണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹാങ്വൽ. ഹാങ്വൽ എന്ന് പറയുമ്പോൾ ഇവർക്ക് 14 കൺസണൻസ് ഉണ്ട്. കൊറിയൻ ആൽഫബറ്റിക്കിന് 14 കൺസണൻസ്. മലയാളത്തിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയത്തില്ലേ, ഖ, ഇഖ, ഗ. അതുപോലെ തന്നെ ഹാങ്വലിന് 14 കൺസണൻസ് വ്യഞ്ജനാക്ഷരങ്ങളും 10 വവ്വൽസും ഉണ്ട്. അതായത് സ്വരാക്ഷരങ്ങൾ, വവ്വൽസ്. അടുത്തത് ഡബിൾ കൺസണൻറ്റ് ആൻഡ് ഡിഫ്തങ്സ്. ഡബിൾ കൺസണൻറ്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് 2 കൺസണൻറ്റുകൾ, 2 വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുമ്പോൾ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറില്ലേ, ക, 2 കായ് കൂടെ ചേരുമ്പോൾ ഇഖ, ഇക്ക. അപ്പോൾ അതുപോലെ ഇവിടെയുണ്ട് ഡബിൾ കൺസണൻറ്റ്. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ. നെക്സ്റ്റ് വന്നത് ഡിഫ്തങ്സ്. അതായത് 2 വവ്വൽസ് ചേരുമ്പോൾ, 2 സ്വരാക്ഷരങ്ങൾ ചേരുമ്പോൾ അവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഒ ഐ നമ്മൾ എഴുതുമ്പം ഒയ് എന്നല്ലേ വായിക്കുക. ഒയ് 2 വവ്വൽസ് ചേരുമ്പോൾ ഒയ് എന്ന് വായിക്കുക. അത് നമ്മളൊരു വേർഡ് എഴുതുമ്പോൾ BOY എന്ന് എഴുതുമ്പോൾ അവിടെ ആ ഒരു സ്വരം വരുന്നില്ലേ, ബോയ്, ബോയ്, ഒയ്, ആ ഒരു സൗണ്ട് വരുന്നില്ലേ, അതിനെയാണ് ഡിഫ്തങ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫോർ എക്സാമ്പിൾ OU എന്ന് പറയില്ലേ, ഹൗസിന് നമ്മൾ അതവിടെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെയാണ് 14 കൺസണൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നതാണ് G. അത് 7 എഴുതുന്ന പോലെയാണ് എഴുതുന്നത്. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഗ എന്നാ പറയുക. അടുത്ത് വരുന്നത് എല്ലിൻ്റെ രൂപത്തിലുള്ള ലെറ്ററാണ് N റെപ്രസെൻ്റ് ചെയ്യും. N, അത് മ എന്നാ വായിക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഇ എഴുതുന്ന പോലെ അതിൻ്റെ സെൻറ്ററിൽ ആ പോർഷൻ ഇല്ല. ഇതിവിടുത്തെ ഡ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ലെറ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഡ എന്ന് വായിക്കും. നെക്സ്റ്റ് വരുന്നത് ഈ 2ൻ്റെ മോഡലിൽ എഴുതുന്നതാണ്. അത് ആറാണ്. എൽ എന്ന് പറയുന്ന ലെറ്റർ വരും. അപ്പം നമ്മളതിനെ ല് എന്നാ പറയുക, ല്. ഓക്കെ. നെക്സ്റ്റ് വരുന്ന ലെറ്റർ എന്ന് പറയുമ്പോൾ ഇതുപോലൊരു സ്ക്വയർ രൂപത്തിൽ എഴുതുന്നതാണ്. നമ്മളതിന് മ എന്ന് പറയും. എം ലെറ്ററാണത് കേട്ടോ, എം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഇട്ടിട്ട് സെൻറ്ററിൽ ഒരു വര, ആ ലെറ്റർ ബി ആണ്. ഇവിടെ അതിനെ ഉച്ചരിക്കുന്നത് ബ. നെക്സ്റ്റ് വരുന്നത് ഇതിങ്ങനെ പൈയൊക്കെ പോലെ നമ്മൾ എഴുതില്ലായിരുന്നു പണ്ട് എളുപ്പമൊഴിക്ക്. അപ്പോൾ ആ ലെറ്റർ എന്ന് പറയുന്നത് എസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സ് എന്ന് വായിക്കും. ലാസ്റ്റ് എഴുതിയതിന് സൗണ്ട് ഇല്ല, പക്ഷെ എന്നാലും ഇയൂങ് എന്ന് പറയും, ഇയൂങ്. ഓക്കെ. നെക്സ്റ്റ് വരുന്ന ലെറ്ററാണ് ഇതുപോലെ പൈ പോലെ എഴുതിയിട്ട് മുകളിൽ ഒരു വര, അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ജ്. അത് ജെ എന്ന ലെറ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് അതുപോലെ എഴുതിയിട്ട് മുകളിൽ ഒരു നോട്ടും കൂടെ കൊടുക്കുന്നു. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് CH എന്ന് പറയുന്ന ഒരു സൗണ്ടാണ്. ച് എന്ന വായിക്കുക. പിന്നെ വരുന്നതാണ് കെ ലെറ്റർ. നെക്സ്റ്റ് വരുന്നത് ടി, അത് ഇറ്റ് എന്ന് വായിക്കും, ഇറ്റ്. നെക്സ്റ്റ് വരുന്നത് പി,
രണ്ട് വരയിട്ട് മുകളിലും താഴെ നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ എഴുതുന്ന പോലെ അത് പ് എന്ന് വായിക്കും. പി ലെറ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് വരുന്നതാണ് ഇങ്ങനെ ഒരു 0 ഇട്ടിട്ട് മുകളിലൊരു വര, അത് എച്ച് ലെറ്ററാണ്. ഹ് എന്ന് വായിക്കും. ഹ്. സോ ഇത്രയാണ് 14 കൺസണൻസ്. അടുത്തത് നമുക്ക് വവ്വൽസ് നോക്കാം. ഓക്കെ, ഇംഗ്ലീഷിൽ അറിയാലോ AEIOU എന്ന് പറയുന്ന പോലെ ഇവിടെയും ഉണ്ട് വവ്വൽസ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഞാൻ അത് എഴുതിയിരിക്കുന്ന പോലെ എഴുതിയിട്ട് ഇതിന് നമ്മൾ എ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. AEIOU പോലെ ഇവിടെയും എ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ വവ്വൽസ് എന്ന് പറയുമ്പോൾ സെയിം ഒരു സെൻട്രൽ ലൈൻ പോലെ ഇടുക. സെൻറ്ററിൽ 2 നോട്ട് 2 വര ഇടുക. ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് യ. ഈ വവ്വൽ പ്രൊനൗൺസ് ചെയ്യുന്നത് യ എന്നാണ്. അടുത്ത മൂന്നാമത്തെന്ന് പറയുന്നത് ഫസ്റ്റ് ഇട്ടത് നേരെ ഓപ്പോസിറ്റ് ഇടുക, അതിനൊരു സിമെട്രി ആയിട്ട് ഇടുക. ഓക്കെ, അതിപ്പോൾ എഴുതി കാണിക്കാം. ജസ്റ്റ് ഒരു നോട്ട് ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലൊരു വരയിടുക. ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇഒ. ഇഒ ഇഒ എന്നാ വായിക്കുക. നെക്സ്റ്റ് വരുന്നതാണ്, അതും ഈ ഒരു ഉച്ചാരണമാണ്, ഇഒ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു ലെറ്ററാണ്, ഒരു വവ്വലാണ്, ഓ. ഓ. നെക്സ്റ്റ് വരുന്നത് ഡബിൾ നോട്ട് വരും, അത് യോ എന്ന് വായിക്കും. YO, യോ. ഇനി വരുന്ന വവ്വൽസ് എന്ന് പറയുന്നത് നമ്മൾ ടി എഴുതുക, നോർമൽ ടി എഴുതുന്ന പോലെ, പക്ഷെ ഇത് ഉച്ചരിക്കുന്നത് യു. യു എന്ന് പറയുന്ന ലെറ്ററാണ്. യു, വവ്വൽ യു. ഡബിൾ കോട്ട് ഇടുമ്പം അത് വരുന്നത് YU, യു എന്ന് വരും. നെക്സ്റ്റ് വവ്വൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലൈനാണ്, അത് നമ്മൾ EU എന്നാ വായിക്കാം. EU. ലാസ്റ്റ് വരുന്നതാണ് നോർമൽ ഒരു നോട്ട്, അത് I എന്ന് പറയുന്ന ലെറ്ററാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ചിലർക്കെങ്കിലും കൊറിയൻ ലാംഗ്വേജ് അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമ, മൂവീസ് അതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടായിരിക്കും. എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റാണ് മൂവീസൊക്കെ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ആ ലെറ്റേഴ്സ് പഠിക്കാൻ തോന്നി. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ചാൻസും കിട്ടി. സോ ഞാനതവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാണ്. ഇത് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപകാരമാണെങ്കിൽ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയാണ്. അപ്പോൾ ഞാൻ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.